Find dy by dx if 2x plus 3y equal to sin y. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നിരിക്കുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? d by dx 2x plus d by dx 3y equal to d by dx sin y. ഇവിടെ നോക്കുക, ആദ്യമേ 2x-ന് ഡെറിവേറ്റീവ് എടുക്കണം. 2x-ന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 2 താഴത്തോട്ട് അതേപോലെ തന്നെ വന്നു. x-ന് ഡെറിവേറ്റീവ് എന്താണ്? 1 പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട്, കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ എഴുതുക. y-യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy by dx ഈക്വൽ ടു അടുത്തത് സൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos x ആണ്. ഇവിടെ y ആയതുകൊണ്ട് വന്നു cos y വന്നു ഇൻറ്റു y ഉണ്ടെങ്കിൽ dy by dx കൂടി ഇടുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ dy by dx-നെയൊക്കെ ഒരു സൈഡിലോട്ടാക്കുക. സൈഡിലോട്ടാക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 3 ഇൻറ്റു dy by dx ഉണ്ട്. ഇവിടുത്തെ പ്ലസ് cos y dy by dx ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? മൈനസ് cos y dy by dx ആയി. ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഇവിടുത്തെ പ്ലസ് 2 ഈക്വൽ ടു അപ്പുറത്ത് പോയപ്പോൾ എന്തായി? -2 ആയി. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് കോമൺ എടുക്കാം? dy by dx കോമൺ എടുക്കുമ്പോൾ dy by dx ബ്രാക്കറ്റിൽ ഇവിടുന്ന് dy by dx പോകുമ്പോൾ 3, ഇവിടുത്തെ നെഗറ്റീവ്, ഇവിടെ എന്തോന്നു? cos y ഈക്വൽ ടു -2. ഇനി dy by dx-ന് മാത്രം ഇവിടെ നിർത്തുമ്പോൾ എന്ത് വരും? ഇവിടെ -2 ഉണ്ട്, ഇവിടുത്തെ ഇൻറ്റു ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 മൈനസ് cos y എന്ന് കിട്ടി. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പും കൂടി എഴുതാം. dy by dx ഈക്വൽ ടു ഈ മൈനസ് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കുമ്പോൾ 2 ബൈ ഈ മൈനസ് ഇതിൻ്റെ ഓരോന്നിനും അകത്ത് കൊടുക്കുമ്പോൾ +3 എന്ന് പറയുന്നത് -3 ആയി. മൈനസ് cos y എന്ന് പറയുന്നത് എന്തായി? മൈനസും മൈനസും കൂടി ചേർന്ന് പ്ലസ് ആയി. അപ്പോൾ നമുക്ക് പ്ലസ് ഉള്ളത് ആദ്യം എഴുതാം. അപ്പോൾ എന്ത് വന്നു? cos y, ഇവിടെ എന്ത് വന്നു? -3.